ഹലോ ഹായ്, ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. റോഡിൻ്റെ ഇരുവശവും പ്രകൃതിയുടെ അതിഥികൾ നമ്മെ കാത്തിരിക്കുന്നു. വ്യൂ പോയിൻറ്റിൽ വാഹനം നിർത്തിയപ്പോൾ വാഹനത്തിന് മുകളിൽ കുറച്ച് വാനരന്മാർ സ്ഥാനം പിടിച്ചു. അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും വാഹനത്തിലുണ്ടോ എന്നതാണ് അവരുടെ പ്രധാന നോട്ടം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പോത്തുണ്ടി ഡാമിലാണ്. മലപ്പുറത്ത് നിന്ന് ഏകദേശം 95 കിലോമീറ്ററാണ് ഈ ഡാമിലേക്കുള്ള ദൂരം. രാവിലെ 9 മണിക്കാണ് പ്രവേശനം. ഫാമിലീസിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമ്മുടെ സന്തോഷകരമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഏതായാലും കൂടുതൽ കാഴ്ചകൾ കാണാൻ വരും. ഈ ഡാമിൻ്റെ കാഴ്ചകളിൽ വളരെ ആകർഷണീയമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ മലകളാൽ ചുറ്റപ്പെട്ട ഒരു അന്തരീക്ഷമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തണുപ്പും ഇവിടെ വരുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. പല രീതിയിലുള്ള പക്ഷികളും വാനരന്മാരൊക്കെ അടങ്ങി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടത്തോടെയാണ് അവരൊക്കെ ഇവിടെ ചെലവിച്ചുകൊണ്ടിരിക്കുന്നത്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് റോപ്പ് വേയും സ്കൈ സൈക്ലിങ്ങും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് റൈഡുകൾ അവർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഉണ്ട്. ആ 20 രൂപ ടിക്കറ്റ് മതി. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റും ഇല്ല. അപ്പോൾ വളരെ ബഡ്ജറ്റായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത് എന്ന് പറയാതെ വയ്യ. പാലക്കാട് നഗരത്തിൽ നിന്ന് വെറും 8 കിലോമീറ്റർ അകലെയാണ് ഈ അദ്ഭുത ജലാശയം നിലകൊള്ളുന്നത്. 125 സ്റ്റെപ്പാണ് ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്താൻ നമുക്ക് കയറേണ്ടി വരിക. എൻ്റെ മക്കളായ സൈവയും സുൽഫയും ഈ ഡാമിൻ്റെ മുകൾ വശം കാണാൻ വേണ്ടി സ്റ്റെപ്പുകൾ കയറി തുടങ്ങി. നമ്മൾ അങ്ങനെ എത്രയധികം സ്റ്റെപ്പുകൾ കയറി മുകളിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഡാമിൻ്റെ കാഴ്ചകൾ കാണാം. വരൂ. ഈ പ്രകൃതിയുടെ ദൃശ്യവിസ്മയം എന്നൊക്കെ നമ്മൾ പല സ്ഥലത്തെയും വിശേഷിപ്പിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സ്ഥലത്തിനാണ് അത് കൂടുതലായിട്ട് അനുയോജ്യമായി വരുന്നത് എന്നുള്ളതാണ്. കാരണം അത്രയേറെ മലകളാണ് നമുക്ക് ചുറ്റും തല ഉയർത്തി നിൽക്കുന്നത്. പച്ചപ്പിനാൽ സമൃദ്ധമായിട്ടുള്ള ഒരു പ്രകൃതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അങ്ങനെ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് പതിയെ താഴേക്കിറങ്ങി. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഡാം കേരളത്തിലെ പഴക്കം ചെന്ന മണ്ണ് ഡാമുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിൽ കോൺക്രീറ്റോ സിമൻറ്റോ ഉൾപ്പെട്ടിട്ടില്ല. പകരം പഞ്ചസാരയും ചുണ്ണാമ്പും മാത്രം. നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നവർക്ക് ഇത് ആദ്യത്തെ മനോഹര സ്റ്റോപ്പായിരിക്കും. 1959 ഈ ഡാം പൂർണ്ണമായി നിർമ്മിച്ചത്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഗ്രാമത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. നെല്ലിയാമ്പതി പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന നീരൊഴുക്കിനെ തടഞ്ഞ് കൃഷിക്ക് അനുയോജ്യമായ ജീവജലം നൽകുക എന്നതാണ് ഈ ഡാമിൻ്റെ പ്രധാന ഉദ്ദേശം. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബായ്.